ഈ പ്രഭാതത്തിൽ കാലിന് ദീപമാകുന്ന വചനധ്യാനത്തിലൂടെ തൻ്റെ വഴിയിലേക്ക് മടങ്ങിപ്പോകുന്ന ബാലാക്കിനെ പറ്റി പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൽ നിന്നും അല്പസമയം ധ്യാനിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നുണ്ട്. ശത്രു ദൈവമക്കളെ കണ്ട് ഭയപ്പെടുമ്പോൾ, പരിഭ്രമിക്കുമ്പോൾ അവർക്ക് നേരെ ഒരു പിടി അറ്റാക്കുകൾ, ആക്രമണങ്ങൾ അഴിച്ചുവിടും. എന്നാൽ തൻ്റെ ഉദ്യമങ്ങൾ ഒന്നും വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തൻ്റെ വഴിക്ക് മടങ്ങിപ്പോകുന്ന ശത്രു, അതായത് ബാലാക്കാണ് ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് ആധാരമായിരിക്കുന്നത്. ഇതിന് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങളാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർ കനാൻ ദേശത്തേക്കുള്ളാത്ത അവരുടെ യാത്രയുടെ ഭാഗമായിട്ട് മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങുന്നു. തടിച്ചു കൂടിയിരിക്കുന്ന ജനങ്ങളെ കണ്ട് മോവാബ് രാജാവ് അഥവാ ശത്രു രാജാവായ ബാലാക്ക് വല്ലാതെ പരിഭ്രമിക്കുന്നു. ഏത് കാലഘട്ടത്തിലും ഇത് വളരെ സത്യസന്ധമായ ഒരു വേദപുസ്തക യാഥാർത്ഥ്യമാണ്. ദൈവ പൈതലിൻ്റെ വളർച്ച കാണുമ്പോൾ, ദൈവ പൈതലിൻ്റെ ശക്തി കാണുമ്പോൾ, ദൈവ പൈതലിൻ്റെ പെരുപ്പം കാണുമ്പോൾ ആദ്യം ആടി ഉലയുന്നത് ശത്രുമണ്ഡലങ്ങളാണ്. ദൈവമക്കളിൽ നിന്ന് തങ്ങളുടെ നേരെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് പരിഭ്രമിക്കുന്ന ശത്രു മുൻകൂറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. ഇവിടെ 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ബാലാക്ക് പരിഭ്രമിക്കുകയാണ്, ഭയപ്പെടുകയാണ്. ഈ വന്നിരിക്കുന്ന ജനം കാളവയലിലെ പുല്ല് നക്കി തിന്നതുപോലെ മോവാബ്യരെ നശിപ്പിച്ചു കളയുമോ എന്നുള്ള ഭയത്തിൽ അവരെ ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് തനിക്ക് ശക്തി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ ബിലെയാമിൻ്റെ സഹായം തേടുകയാണ്. എന്നാൽ ബിലെയാമിൻ്റെ ജീവിതത്തിൽ വ്യക്തമായും ശക്തമായും ദൈവം ഇടപെട്ട് താൻ തൻ്റെ വായിൽ തരുന്നത് മാത്രമേ പറയാവൂ എന്ന് മുൻ നിശ്ചയിച്ച് പറഞ്ഞയച്ചതുകൊണ്ട് ബിലെയാം ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് പോകുന്നുണ്ട്. അതിന് വഴിയിൽ വെച്ച് അവനെ അഴിച്ചു പണിയുന്ന ചില സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ബാലാക്കിൻ്റെ ഉദ്ദേശം ബിലെയാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവജനത്തെ ശപിച്ച് അവരുടെ ശക്തി നിർവീര്യമാക്കി അവരെ നശിപ്പിക്കുവാനായിരുന്നു. എന്നാൽ ബിലെയാം പറയുന്നുണ്ട്, ദൈവം എൻ്റെ വായിൽ തരുന്നതല്ലാതെ എനിക്കൊന്നും പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ ബാലാക്ക് ബിലെയാമിനോട് ബാലാക്കിൻ്റെ ശത്രുക്കളായിരിക്കുന്ന, അതായത് ദൈവജനം ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് 3 വ്യത്യസ്ത ഇടങ്ങളിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. ഏതൊരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് ശത്രു അറ്റാക്ക് ചെയ്യുന്നത്. ദൈവ പൈതൽ ആത്മീയമായി വളരുന്നത് കാണുമ്പോൾ, കൃപ പ്രാപിക്കുന്നത് കാണുമ്പോൾ ഭയപ്പെടുന്ന ശത്രു പല ആംഗിളിൽ നിന്നുകൊണ്ട്, പല ഇടങ്ങളിൽ നിന്നുകൊണ്ട് പല വിധത്തിൽ അവൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ ശ്രമിക്കും. ഇവിടെ 22-ാം അധ്യായം സംഖ്യാപുസ്തകത്തിൻ്റെ 22-ന്റെ 41-ാം വാക്യത്തിൽ ബാലാക്ക് ആദ്യം ബിലെയാമിനെ കൊണ്ടുപോകുന്നത് ബാമോത്ത് ബാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ യാഗപീഠം ഒരുങ്ങുകയാണ്, യാഗമൃഗങ്ങൾ അറുക്കപ്പെടുകയാണ്, യാഗജലം ഒഴുകുകയാണ്, യാഗത്തീ കത്തുകയാണ്. യാഗം അതിൻ്റെ പരിപൂർണതയിലെത്തുമ്പോൾ ബിലെയാമിനോട് ബാലാക്ക് പറയുന്നുണ്ട് ആ ജനത്തെ ശപിക്കുവാൻ. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന ദൈവമക്കൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് ബിലെയാമിന് യാതൊന്നും അവർക്ക് ദോഷമായിട്ട് പറയുവാൻ സാധിക്കുന്നില്ല. ബിലെയാം ബാമോത്ത് ബാലിൽ എത്തിയിട്ട് ദൈവജനത്തെ നോക്കുന്നു. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ ശത്രുവിൻ്റെ കൂടെയാണ് പ്രവാചകൻ നിൽക്കുന്നതെങ്കിൽ പോലും ഇസ്രായേൽ ജനത്തെ നോക്കുമ്പോൾ കാണുന്നത് ദൈവം കൂടെയുള്ളൊരു ജനമാണ്. അവൻ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഗിരികളിൽ നിന്ന് ദൈവം ദർശിക്കുന്ന ഈ ജനത്തിനെതിരെ ഒരു വാക്കുപോലും തനിക്ക് പറയുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലാക്കിൻ്റെ 1-ാമത്തെ ഉദ്യമം പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് പിന്മാറുവാൻ തയ്യാറാകാത്ത ബാലാക്ക് ബിലെയാമിനോട് പറയുന്നു, നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പോരായ്മയാണെങ്കിൽ നമുക്ക് പിസ്ഗ കൊടുമുടിയിലേക്ക് പോകാം. പിസ്ഗ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഈ ജനത്തെ ദർശിക്കുമ്പോൾ ഒരു പക്ഷേ നിനക്കവരെ ശപിക്കുവാനും പ്രാകുവാനും കഴിയുമായിരിക്കുമെന്ന് പറഞ്ഞ് ബിലെയാമിനെയും കൂട്ടിക്കൊണ്ട് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പിസ്ഗ കൊടുമുടിയിലേക്ക് കയറുകയാണ്. വീണ്ടും യാഗത്തിൻ്റെ എല്ലാ സന്നാഹങ്ങളും അവിടെ ഒരുക്കപ്പെടുകയാണ്. യാഗപീഠം അവർ യാഗമൃഗങ്ങളെ അവിടെ കട്ട് ചെയ്യുകയാണ്, യാഗകലശങ്ങൾ
ഭക്ഷണങ്ങൾ റെഡിയാകുന്നുണ്ട്, യാഗത്തീയും കത്തുന്നുണ്ട്. യാഗരക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ യാഗത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ബാലാക്ക് ബിലയാമിനെ നിർബന്ധിക്കുകയാണ്. ആ വന്ന് തമ്പടിച്ചിരിക്കുന്ന ജനത്തെ, പരന്നു കിടക്കുന്ന ആ ജനത്തെ ഒന്ന് ശപിക്കുവാനായിട്ട് പറയുന്നു. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഇസ്രായേൽ ജനത്തെ നോക്കിയ ബിലയാം പറയുന്നു, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിക്കാനുമില്ല. അവർക്ക് കാട്ടുപോത്തിൻ്റെ ബലമുള്ളൊരു ജനമാണ്, സിംഹി കണക്കെ അവരെഴുന്നേൽക്കും. രണ്ടാമത്തെ ഉദ്യമത്തിലും ദൈവം ഈ ജനത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, പ്രവാചകൻ്റെ വായിൽ നിന്ന് ദോഷമായിട്ട് ഒന്നും വരാത്തത് കൊണ്ട് ബാലാക്ക് അല്പം കുഴയുന്നുണ്ടെങ്കിലും തൻ്റെ അറ്റംപ്റ്റുകൾ അവിടെ അവസാനിപ്പിക്കുന്നതായി കാണുന്നില്ല. അവൻ പിന്നെയും വിശ്വസിക്കുന്നു, നിൽക്കുന്ന ഇടത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയാണ് സാത്താൻ പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് പല അവസ്ഥാഭേദങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ അഴിച്ചുവിടും. പിശാചിൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ഒന്നാമത്തെ ഉദ്യമത്തിൽ പരാജയപ്പെട്ടാൽ രണ്ടാമത്തെ അവസ്ഥയിലൂടെ എനിക്ക് അവനെ ഒതുക്കിക്കളയുവാൻ സാധിക്കും. രണ്ടാമത്തതും പരാജയപ്പെട്ടാൽ 3, 4 അങ്ങനെ അവൻ്റെ ഉദ്യമങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മൂന്നാമതായിട്ട് 23-ാം അധ്യായത്തിൻ്റെ സംഖ്യാപുസ്തകം 23-28 ബാലാക്ക് ബിലയാമിനോട് പറയുകയാണ്, പിസ്കായും ശരിയാകാത്തത് കൊണ്ട് നമുക്ക് പെയോർ മലയിലേക്ക് പോകാം. പെയോർ മല ഉയർന്ന കൊടുമുടിയാണ്. അവിടെ നിന്ന് ദർശിച്ചാൽ ഒരു പക്ഷേ നിനക്ക് ഇസ്രായേൽ മക്കളെ നോക്കിക്കണ്ടുകൊണ്ട് അവരെ ശപിക്കുവാനും അവരെ ഒതുക്കുവാനും സാധിക്കും. അങ്ങനെ അവർ വീണ്ടും പെയോർ മലയിലേക്ക് കയറി പോവുകയാണ്. പെയോർ മലയിൽ 3-ാം വട്ടവും യാഗ ക്രമീകരണങ്ങൾ എല്ലാം സജ്ജീകരിക്കപ്പെടുകയാണ്. യാഗവസ്തുവിനെ കൃത്യമായി അവിടെ യാഗം കഴിക്കുകയാണ്. യാഗത്തീ ഉയരുന്ന സമയത്ത് വീണ്ടും തൻ്റെ 3-ാമത്തെ ഉദ്യമം എന്ന നിലയിൽ ബാലാക്ക് ബിലയാമിനോട് പറയുകയാണ്, നീ ശരിക്കൊന്ന് നോക്കിയിട്ട് ആ ജനത്തെ ഒന്ന് പ്രാകുക, അവരെ ഒന്ന് ശപിക്കുക, അവരെ ഒന്ന് നശിപ്പിക്കുക. എന്നാൽ ഇതൊക്കെയും ബാലാക്കിൻ്റെ ഭയത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ വരവും അവരുടെ ആ പരപ്പും കണ്ടപ്പോൾ ശത്രുമണ്ഡലത്തിന് മനസ്സിലായി, ഇവരുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അവരുടെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്. 3-ാമത്തെ അറ്റംപ്റ്റിലും ബിലയാം നോക്കിക്കൊണ്ട് പറയുകയാണ്, യാക്കോബിൽ ഒരു ചെങ്കോൽ ഉയരും, യാക്കോബിനെ ആർക്കും തകർക്കുവാൻ സാധിക്കുകയില്ല. ഇസ്രായേലിൽ ഒരു ചെങ്കോൽ ഉയരും, യാക്കോബിൽ ഒരു നക്ഷത്രം, യാക്കോബിൽ ഒരു നക്ഷത്രവും ഇസ്രായേലിൽ ഒരു ചെങ്കോലും ഉയരും എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ 3 ഉദ്യമങ്ങളിലും യാതൊരു മാറ്റവും ദൈവജനത്തിൻ്റെ നേരെ ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് ബാലാക്ക് തൻ്റെ വഴിക്ക് മടങ്ങിപ്പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ കുറിവാക്കം. 24-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ബാലാക്ക് തൻ്റെ വഴിക്ക് പോയി. പ്രിയ ദൈവജനമേ, നാം ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ശക്തിയോടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ, നാം വളർച്ച പ്രാപിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ ഉറ്റുനോക്കുന്ന ഒരു ശത്രുമണ്ഡലം ഈ ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അവൻ നിരന്തരം പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല അവസ്ഥകളിലൂടെ നമ്മെ തകർക്കുവാനും ഒതുക്കുവാനുമായിട്ട് ശ്രമിക്കും. എന്നാൽ അവൻ്റെ ഉദ്യമങ്ങളിലെല്ലാം ദൈവാശ്രയത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മപൂർണരായി നാം നിലനിൽക്കുകയാണെങ്കിൽ ശത്രു തിരിച്ചറിയുന്ന ഒരു വേദപുസ്തക സത്യമുണ്ട്, ഈ ദൈവ പൈതലിനെ എനിക്ക് ഒതുക്കുവാൻ സാധിക്കുകയില്ല. ഒതുക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവൻ തൻ്റെ വഴിക്ക് മടങ്ങിപ്പോകും. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന് 24-ാം അധ്യായത്തിനും ഒക്കെ നമുക്ക് പറഞ്ഞു തരുവാൻ പറ്റുന്നത് ഇതാണ്, തൻ്റെ വഴിക്ക് മടങ്ങിപ്പോകുന്ന ശത്രു ബാലാക്ക്. അതുകൊണ്ട് പ്രിയജനമേ, ശത്രുവിൻ്റെ ചെറിയ ചെറിയ അറ്റാക്കുകൾ കണ്ടുകൊണ്ട് നാം ഭയപ്പെടേണ്ടവരല്ല. നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ ജയോത്സവമായി നിത്യത വരെയും എത്തിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്ന നാഥ, പല വിധത്തിലും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാനായിട്ട് ശത്രു ഒന്നിനു പിറകെ ഒന്നായി അനേക അറ്റാക്കുകൾ അഴിച്ചു വിടുമ്പോൾ
ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ തനിച്ചു പാർക്കുന്നെങ്കിലും ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ശത്രുവിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവമേ വിജയിച്ച് നിത്യതയോളം ആ കനാനോളം എത്തുവാനുള്ള ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. വചനത്താൽ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.